നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഹോൾ ബോഡി വർക്കൗട്ട് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടാം. അത് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും 2 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് പരിചയപ്പെടാം. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ കൊഴുപ്പ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പെൽവിക് റീജിയൻ നന്നായിട്ട് എക്സ്പാൻഡഡ് ആവാൻ, നല്ല റിലാക്സ് ആവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പെൽവിക് ഓർഗൻസ്, നമ്മുടെ പെൽവിസ് റീജിയനിൽ ഒരുപാട് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അവയവങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് അല്ലെങ്കിൽ ഓവറി, അതുപോലെ യൂറിനറി ബ്ലാഡർ തുടങ്ങി ഒരുപാട് നമുക്കിടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. ഇവിടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അധികം കോൺഷ്യസ് അല്ല, പക്ഷേ ഒരുപാട് എക്സസൈസുകൾ ഈ പെൽവിക് റീജിയനിലുള്ള ഓർഗൻസിന് അത്യാവശ്യമാണ്. അതിന് ചുറ്റുമുള്ള മസിൽസ് വെൽ ഡെവലപ്ഡ് അല്ലെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് അതിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് സാധ്യമാണെങ്കിൽ മാത്രമേ ഈ അവയവങ്ങളുടെ എല്ലാം ഒരു ഹെൽത്ത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാധാരണ ജോലികളുടെ കൂടെ തന്നെ നമ്മൾ ഈ രീതിയിലുള്ള പെൽവിക് റീജിയനിൽ സ്പെഷ്യൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുള്ള എക്സസൈസ് പ്രത്യേകിച്ചും സ്ത്രീകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ വയറിന് ചുറ്റുമുള്ള അമിതമായ കൊഴുപ്പ് കുറയുന്നതിനും എല്ലാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ 2 മൂവ്മെൻറ്റ്സ് നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല, ഒരു ഡിപ്രഷൻ അല്ല ആൻസൈറ്റി തുടങ്ങിയ മാനസികമായിട്ട് നമ്മളെ ബാധിക്കുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, നമ്മൾ ഡിപ്രഷൻ യാതൊന്നും ചെയ്യാനില്ല എന്ന് തോന്നൽ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, ഇവയിൽ നിന്നെല്ലാം മാറി നമുക്കൊരു പുതിയ ഉണർവോടുകൂടി ത്രൂ ഔട്ട് ദ ഡേ കൊണ്ടുപോകുന്നതിന് ഈ 2 മൂവ്മെൻറ്റും സഹായിക്കുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ 2 മൂവ്മെൻറ്റും എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ കൊഴുപ്പ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പെൽവിക് റീജിയൻ നന്നായിട്ട് എക്സ്പാൻഡഡ് ആവാൻ, നല്ല റിലാക്സ് ആവാൻ സഹായിക്കുന്നു. ആദ്യം നമുക്ക് ഇരുന്നു കൊണ്ടുള്ള മൂവ്മെൻറ്റ് പരിചയപ്പെടാം. അതിനായി കാലുകൾ രണ്ടും വി ഷേപ്പിൽ അകത്തി വയ്ക്കാം. നട്ടെല്ല് നിവർന്നിരിക്കാം. ആദ്യമായി നമുക്ക് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ലെഫ്റ്റ് കാൽവിരലുകൾ ടച്ച് ചെയ്യാം. ഒപ്പം തന്നെ ലെഫ്റ്റ് ഹാൻഡ് പുറകിലേക്ക് കൊണ്ടുവരാം. യൂസിങ് യുവർ റൈറ്റ് ഹാൻഡ് ടച്ച് ദ ലെഫ്റ്റ് ടോസ്. ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോവാം. നന്നായി ബാക്കിലേക്ക്, നന്നായി ഹെഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്നവർ ഹെഡിന് നന്നായി ഡൗൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതുവരെ ഫ്രീ ആയിട്ട് ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ, അതായത് കുനിയാൻ കഴിയുന്നോ, ഇപ്പോൾ ഇത്രയേ പറ്റുള്ളൂ വെച്ചാൽ ഇത്ര ചെയ്യാം. ചിലവർക്ക് ചിലപ്പോൾ ഈ ടോല്, അതായത് കാൽവിരലുകളിൽ ഫസ്റ്റ് സ്റ്റേജിൽ ടച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആങ്കിൾ ജോയിൻറ്റിൽ ടച്ച് ചെയ്യാം. അതും പറ്റിയില്ലെങ്കിൽ കാൽമുട്ടിലും ടച്ച് ചെയ്യാം. പക്ഷേ ഹെഡിന് നന്നായി ഈ രീതിയിൽ ഡൗൺ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഫുൾ റേഞ്ച് വരുന്നത് നന്നായി കാൽവിരലുകൾ ടച്ച് ചെയ്യാം. ഡൗൺ യുവർ ഹെഡ്. ഓക്കെ, അതുപോലെ തിരിച്ചു വരാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് റൈറ്റ് കാൽവിരലുകൾ ടച്ച് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ലെഫ്റ്റ് ഹാൻഡ് പുറകിലേക്ക്. ഹെഡിനെ മാക്സിമം ഡൗൺ ചെയ്ത് കൊടുക്കാം. റിലാക്സ്. ഇത് ഒരു റൗണ്ടാണ്. ഒരു തവണ കൂടി കാണിക്കാം. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ടോസ്. ലെഫ്റ്റ് ഹാൻഡ് നന്നായി ബാക്കിലേക്ക് കൊണ്ടുപോകും. Come straight. Left hand
റൈറ്റ് ടോസ്, റൈറ്റ് ഹാൻഡ് നന്നായി പുറകിലേക്ക് കൊണ്ടുപോകാം. റിലാക്സ്. ഇനി നമുക്ക് കിടന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റ് പരിചയപ്പെടാം. അതിനായി പതുക്കെ മാറ്റിൽ മലർന്ന് കിടക്കാം. കാലുകൾ മടക്കി നന്നായി വയറിനോട് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം 2 കാലുകളും 45 ഡിഗ്രി ഉയരത്തിൽ സ്ട്രെയിറ്റ് ചെയ്ത് കൊണ്ടുവരാം. Stretch your both legs to 45 degree. Then back to your abdomen. Again stretch to 45 degree. Stretch your knees, stretch your hip and back to your abdomen. ഒരു തവണ കൂടി കാണിക്കാം. Stretch your both legs, stretch your toes, stretch your knees. Back to your abdomen. Relax. ഈ രീതിയിൽ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു സെറ്റ്, അതായത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആ ഒരു സെറ്റ് നമുക്ക് 3 മുതൽ 5 തവണ വരെ ചെയ്യാം. അതുപോലെ കിടന്നുകൊണ്ടത് ചെയ്യുന്നത് ഒരു മിനിമം ഒരു 10 ടൈംസ് അറ്റ് എ ടൈം എന്ന രീതിയിൽ ചെയ്യാം. ബിഗിനേഴ്സിന്, അതായത് തുടക്കക്കാർക്ക് ഒരു 10 ടൈം ഒറ്റ പ്രാവശ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ 5 ടൈംസ് ചെയ്ത് നിർത്താം. വീണ്ടും 5 ടൈംസ്, അങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യാം. 10 ടൈംസ് എന്നുള്ളത് ഒരു സെറ്റാണ്. ആ രീതിയിൽ 3 സെറ്റ് വരെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.